ഒരു മൺചട്ടിയിലോ പാനിലോട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പം കഷ്ടി ഒരു 1/4 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂൺ മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല, അത്രയും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നിറയെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. 5 വലിയ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 7 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് തീ ഏറ്റവും കുറവ് വെച്ചിട്ട് വേണം ഇതിനെ ഇളക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓക്കെ, മഞ്ഞളിട്ട് ഇളക്കിയ ഉടനെ തന്നെ നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 4.5 വലിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് പരുവം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ടുള്ളത്. എന്നാലും തീ ഏറ്റവും കുറവ് വെച്ചിട്ട് വേണം ഇതിനെ ഇളക്കിയെടുക്കാനായിട്ട്. 3-4 മിനിറ്റോളം ഇതിനെ ഇളക്കിയെടുക്കണം. അങ്ങനെ 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 800 ഗ്രാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കാൻ പറ്റിയ ഏതൊരു മീനും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിന്നിവിടെ ട്യൂണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചേർത്തിട്ടുള്ള നമ്മളുടെ അരപ്പൊക്കെ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ വേണം ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, മീൻ വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ കഷ്ണങ്ങളുടെ ജസ്റ്റ് ഒന്ന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 4-5 കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില കുടംപുളിക്ക് ഭയങ്കര പുളിയാണെങ്കിൽ ഇത്രയും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് കുടംപുളി ചേർക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആദ്യത്തെ തിള വരുന്നവരെ ഇതിനെ തുറന്നു വെച്ച് വേണം തിളപ്പിക്കാനായിട്ട്. ആദ്യത്തെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കഷ്ടി കുറച്ച് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവയാണ് ചേർക്കുന്നത്. ഓക്കെ, അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ടാവണം. അപ്പോൾ ഓരോരുത്തർക്ക് എത്രത്തോളം വറ്റിച്ചെടുക്കണം, ചിലപ്പോൾ നിങ്ങൾ ഒഴിച്ച വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ സമയമിട്ട് വേണം അതിനെ വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 10-15 മിനിറ്റ് സമയത്തിനുള്ളിൽ നല്ല കറക്റ്റ് പാകമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കുടംപുളി ഇട്ട് വറ്റിച്ചെടുത്ത് നല്ല ടേസ്റ്റി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ കല്യാണ വെപ്പെന്നൊക്കെ ഇതിനെ വിളിക്കാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.